വിജ്ഞാപനത്തിന് പിന്നാലെ നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമായത്. പലരും ശമ്പളം ലഭിക്കാതെ കഴിച്ചുകൂട്ടിയത് മാസങ്ങളോളം. നാളെ ഈ ദുരിതമൊക്കെ മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ പ്രവാസികളെ കാത്തിരിക്കുന്നത് മറ്റൊന്നായിരുന്നു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വദേശിവൽക്കരണത്തിന്റെ പേരിൽ ഇനി പ്രവാസികൾ നേരിടാൻ ഇരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. UAE ഒഴികെയുള്ള ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഇതിനായുള്ള നടപടികൾ തുടങ്ങിയതായി പരസ്യ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഒമാനിൽ ജോലി വേണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സ്വദേശികൾ തെരുവിലിറങ്ങി. ഇതിന് പിന്നാലെ നിരവധി പ്രവാസികളെ തൽസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ അധികൃതർ നിർബന്ധിതരായി. സൗദി ഓരോ മേഖലകളായി സ്വദേശിവൽക്കരണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോഴാ സൗദിയിൽ IT, ടെലികമ്മ്യൂണിക്കേഷൻ ജോലികൾ സൗദിവൽക്കരിക്കുന്നതായുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അധികൃതർ. ഈ മേഖലയിൽ 5-ലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശിവൽക്കരണം ബാധകമാകുക. 25% ഇപ്പോൾ നടപ്പാക്കുന്ന സ്വദേശിവൽക്കരണം പദ്ധതി നടപ്പിലാക്കുന്നതോടെ തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട്. സ്വകാര്യ മേഖലയിൽ IT, ടെലികമ്മ്യൂണിക്കേഷൻ ജോലികളിലെ സൗദിവൽക്കരണം ജൂൺ 27 മുതൽ നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽ രാജിഹി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് ഇന്നു മുതൽ ഈ മേഖലകളിലെ ജോലികളിൽ സ്വദേശിവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. 5 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നത് തന്നെ. ഓരോ വിഭാഗം ജോലികളിലും 25% സ്വദേശിവൽക്കരിക്കും. ഇതിലൂടെ സ്വദേശികൾക്ക് 9,000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേഖലയിലെ വിവിധ എഞ്ചിനീയറിംഗ് ജോലികൾ, ആപ്ലിക്കേഷൻസ് ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ് ആൻഡ് അനാലിസിസ് ജോലികൾ, ടെക്നിക്കൽ സപ്പോർട്ട് ജോലികൾ, ടെലികോം മേഖലയിലെ ടെക്നിക്കൽ ജോലികൾ എന്നീ തസ്തികകളിലാണ് ഇപ്പോൾ 25% സ്വദേശിവൽക്കരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം ജോലികളിലെ 60% വൻകിട കമ്പനികളിലാണെന്ന് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേക പ്രൊഫഷണലുകൾക്ക് 7,000 റിയാലും ടെക്നീഷ്യന്മാർക്ക് 5,000 റിയാലുമാണ് അടിസ്ഥാന വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് സൂചന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.